ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ കുറേ തവണ പറയണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ, മറന്നുപോയി. ഞാൻ ലൈവ് വരുന്നുണ്ട്. വൈകുന്നേരം 3 മണിക്കായിരിക്കും, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും, ചിലപ്പോൾ രാത്രി 10 മണിക്കും. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് അങ്ങനെ ഒരു എനർജി തോന്നുന്ന ദിവസമാണ് ഞാൻ ലൈവ് വരുന്നത്. ലൈവിന് ഒരുപാട് എനർജി വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെറിയ ഷോർട്സ് ഇടുന്നുണ്ട്. ഇപ്പോൾ ലൈവിൽ കുറച്ച് ലൈവ് ചിലപ്പോൾ മെമ്പേഴ്സുള്ള ആയിരിക്കും, അല്ലാതെ എല്ലാവർക്കും കൂടിയുള്ള ലൈവാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് കാണണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള, ഇപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് അതിൽ മാക്സിമം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂ കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 3 of Cups, Ten of Cups, the Magician, 2 of Wands, 3 of Swords, 7 of Swords. ബോട്ടം വന്നിട്ടുള്ളത് Ace of Wandsൻ്റെ എനർജിയാണ്. ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 of Cupsൻ്റെ എനർജിയാണ്. ഇതിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊരു ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ടൊരു കണക്ഷൻ, ഒന്ന് പുറത്തു പോവാനോ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനോ ഒക്കെ ഉള്ള ഒരു ദിവസമാണെന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ കുറേ ആൾക്കാർക്ക് ഇത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു എനർജിയാണ്, ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്ന ഒരു സമയമാണ്. കാരണം ഒരു 3 of Swordsൻ്റെ എനർജി ആൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇതിലൊരു 3 വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഴയ ഓർമ്മകളിൽ ഇരിക്കാതെ ഇന്നത്തെ ദിവസത്തെ ആ ഒരു സന്തോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കണം എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ളതോ നിങ്ങൾ പങ്കെടുക്കേണ്ടതായിട്ടുള്ളതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കാം. പക്ഷേ അത് പോണ്ടേ, ഞാനത് പങ്കെടുക്കണോ, അത് ശരിയാവോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല വേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒത്തിരി മൂടിയായിട്ട് ഇരിക്കാൻ തോന്നിയാലും നിങ്ങളൊന്ന് പുറത്തിറങ്ങേണ്ടതാണെന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വരാനുണ്ട്. ഇവിടെ ഒരു ഏഞ്ചല് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആ പഴയ ആ വേദനകളൊക്കെ വിട്ടുകളയാൻ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാതെ നല്ല ആളുകളുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ നേട്ടങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങളെക്കാൾ ഉപരി നിങ്ങളുടെ നേട്ടങ്ങളെ നിങ്ങൾ അംഗീകരിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഒരു സന്തോഷ വാർത്ത കേൾക്കൂട്ടാ നിങ്ങൾ ഇന്നത്തെ ദിവസം, അങ്ങനെയാണ് കാണുന്നത്. പിന്നെ 10 of Cupsൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റും എന്നാണ് കാണുന്നത് കേട്ടോ. ഇതൊരു അനുഗ്രഹത്തിൻ്റെ കാർഡാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ദൈവ അനുഗ്രഹങ്ങളുണ്ട്, ദൈവികമായ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ പ്രകടിപ്പിക്കണം. നമ്മൾ പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ മൂഡ് സ്വിങ്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനോട്, ഹസ്ബൻഡിനോടോ വൈഫിനോടോ കുട്ടികളോടോ മാതാപിതാക്കളോടോ ഒക്കെ അത് പ്രകടിപ്പിക്കാതിരിക്കും. സ്നേഹം ഉണ്ടെങ്കിലും ഉള്ളിൽ നിന്ന് അത് പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റൂല. കാരണം നമ്മളുടെ ഇമോഷൻ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അതൊന്നും വിട്ട് കളയാൻ ശ്രമിക്കുക. നമ്മളുടെ കുടുംബത്തോട് അത് കാണിക്കാതിരിക്കുക. എപ്പോഴും സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ കാണിച്ചു കൊടുക്കുക. എപ്പോഴും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ എനർജി അവരിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു നന്മ വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മളത് പ്രകടിപ്പിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ നമ്മളത് എൻജോയ് ചെയ്യാതിരുന്നാൽ മറ്റുള്ളവർക്ക് അത് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ നിമിത്തം മറ്റുള്ളവരുടെ സന്തോഷം കൂടെ കളയുകയാണ് ചെയ്യണത്. അത് മനസ്സിലാക്കുക നിങ്ങൾ.
പിന്നെ നമ്മൾ ഈ വേദനകളെക്കാളുപരി നമുക്ക് ഇതുവരെ കിട്ടിയ അനുഗ്രഹങ്ങളെ ഒന്ന് കാണുക. എന്തെല്ലാം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നല്ല വീടുണ്ട്, ആരോഗ്യമുണ്ട്, ഹസ്ബൻഡുണ്ട്, അല്ലെങ്കിൽ വൈഫുണ്ട്, കുട്ടികളുണ്ട്, കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ ആ ഓരോ ബ്ലെസ്സിങ്ങും മനസ്സിൽ കൊണ്ടുവരിക. നമുക്ക് എന്ത് ബ്ലെസ്സിങ് ആണോ ഉള്ളത് അത് നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് നന്ദിയോടെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ മജീഷ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അത് വർക്കാകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശക്തി നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കണം. നിങ്ങൾ നെഗറ്റീവായിട്ട് വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ പോസിറ്റീവായിട്ട് ആലോചിക്കുന്ന എല്ലാ കാര്യവും മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. പിന്നെ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്നെ കൊണ്ട് പറ്റൂല, എന്നെ എന്തിനു കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുക. ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് പോയിട്ട് വീണ്ടും അത് മാനിഫെസ്റ്റ് ആകും. എന്നെ ഒന്നിലും കൊള്ളൂല, അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളൂല, അല്ലെങ്കിൽ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും തോറും നമുക്ക് എന്താണ് പറ്റുന്നത്? ഇത് തന്നെ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് തന്നെ വീണ്ടും മാനിഫെസ്റ്റ് ആകും, വീണ്ടും റിയാലിറ്റിയിലേക്ക് വരും. അപ്പോൾ ആ കാര്യങ്ങളെ തൽക്കാലം നമുക്ക് വേറൊരു കാര്യം കൊണ്ട് മറയ്ക്കാൻ പറ്റും. കാരണം എപ്പോഴും നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കുക. പിന്നെ ആ നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിലൊരു സന്തോഷം വരുമ്പോൾ തന്നെ കുറേ നെഗറ്റിവിറ്റി നമ്മളിൽ നിന്ന് പോവും. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ചിന്തകളും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ ഒരു സമയം യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. 2 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു പുതിയ ഒരു ദിശയിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ചില ആൾക്കാർ നിങ്ങൾ പഴയ ഒരവസ്ഥയിൽ തന്നെ നിൽക്കണോ, അല്ലെങ്കിൽ പഴയ സ്ഥലത്ത് തന്നെ നിൽക്കണോ, അതോ പുതിയൊരു ദിശയിലേക്ക് പോകണോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന ആൾക്കാരുടെ എനർജി. നിങ്ങൾ അങ്ങനെ ഭയപ്പെടരുത് എന്നാണ് കാണുന്നത്. നിങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. എൻ്റെ ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നൊരു പ്ലാനിങ് നമുക്ക് വേണം. ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ കാര്യമൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പം നിങ്ങൾ എന്തുണ്ടെന്ന് നോക്കണ്ട. പക്ഷേ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. പുതിയ വഴി നിങ്ങൾക്ക് തുറക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന വഴികൾ നിങ്ങൾക്ക് തുറക്കും. അത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇതിൽ. മറ്റാരൊക്കെയോ ചെയ്ത ചതിയുടെ ഓർമ്മകൾ നിങ്ങൾ വീണ്ടും ക്യാരി ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഒന്നിലധികം ആൾക്കാർ പാസ്റ്റിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഒന്നിലധികം ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു വേദനകളുടെ മുറിവിൽ നിന്നും ഇപ്പോഴും രക്തം ഒഴുകുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആ ഒരു ഇമോഷനിലിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ആ പഴയ വേദനകളിൽ നിന്നും നമ്മൾ പുറത്ത് കിടന്നാൽ മാത്രമേ നമുക്ക് പുതിയ കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കണം. പണ്ടെന്നെ ആ ആൾ അങ്ങനെ ചെയ്തില്ലേ, ചീറ്റ് ചെയ്തില്ലേ, എന്നെ പറ്റിച്ചില്ലേ, എന്നെ വഞ്ചിച്ചില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും തോറും വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് വീണ്ടും ആ വേദന വീണ്ടും വരികയാണ് ചെയ്യണത്. വീണ്ടും വരുമ്പോൾ എന്താണ്, നമുക്കൊരിക്കലും പുതിയ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും പലതരത്തിലുള്ള ചീറ്റിങ്ങും വേദനകളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അതിനെ ഹീലാക്കി പുറത്ത് കിടന്ന് അവരുടെ അവസരങ്ങളിലേക്ക് നോക്കും. നമ്മൾ കുറേ ആൾക്കാർ എന്ത് ചെയ്യും? ആ വേദനകളിൽ ഇരിക്കാനൊരു സുഖമാണ്. ആ സുഖത്തിൽ നമ്മൾ വീണ്ടും ഇരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും നല്ല കാര്യങ്ങൾക്ക് പകരം വീണ്ടും സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ചിലപ്പോൾ പല ആൾക്കാരും ഒരു കാർമികമായിട്ടുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. നമ്മൾ സെയിം സൈക്കിൾ നമ്മളെ പിന്തുടർന്നുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് കൊടുക്കാത്തതോ
നമ്മൾ മാപ്പ് കൊടുക്കാത്ത ആൾക്കാർ വീണ്ടും വീണ്ടും നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. അപ്പം ചിലപ്പോൾ ഒരാളിനെ നമ്മളോടൊരു തെറ്റ് ചെയ്ത ഒരാളിന് മാപ്പ് കൊടുക്കൂല, അടുത്ത് വേറൊരാൾ കൊണ്ടുവരും ആ സെയിം ആയിട്ടുള്ളൊരു പാറ്റേൺ, സെയിം കാര്യം വീണ്ടും ആ ആള് റിപ്പീറ്റ് ചെയ്യും. അയാൾക്കും മാപ്പ് കൊടുത്തൂല, എന്നാലും എന്തിന് എന്നോട് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും വേറൊരാൾ വരും. അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മളുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ കാരണമുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ വന്നു ഒരു വേദന തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അത് അനുഭവിക്കാൻ അർഹരാണ് എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. നമ്മൾ പൂർണ്ണമായും ഫോർഗീവ് ചെയ്ത് നമ്മൾ വിട്ടുകളയുക എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ഹീൽ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഹീൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അത് മനസ്സിലാക്കുക. ഇതിൽ 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും സത്യസന്ധരായിരിക്കണമെന്നോ നിങ്ങളോട് ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു ആളായിരിക്കണമെന്നൊന്നും ചിന്തിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയാതിരിക്കുക. രഹസ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുക. നമ്മളുടെ പ്ലാനിങ്സ്, നമ്മൾ മുന്നോട്ട് എങ്ങനെ പോകണം, ഇതൊക്കെ കുറേ ആൾക്കാർ നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളെന്ന് വിചാരിക്കുന്ന എല്ലാ ആൾക്കാരോടും നമ്മളുടെ പ്ലാനിങ്സ് പറയാൻ പാടില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റൊക്കെ നമ്മൾ സൈൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ വായിച്ച് നോക്കി അതിന് ശേഷം മാത്രം മറ്റൊരാൾ പറഞ്ഞത് കേട്ടിട്ട് ചെയ്യാതിരിക്കുക. മാത്രമല്ല ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ മറ്റൊരാളിൻ്റെ ഒരു നിർബന്ധം നിമിത്തം നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് നോക്കി അതിന് ശേഷം മാത്രം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തം ബുദ്ധി മാത്രം ഉപയോഗിക്കണം. ഇന്നത്തെ ദിവസം നിങ്ങൾ ആരുടെയും ബുദ്ധി കടമെടുക്കേണ്ട ആവശ്യമില്ല, കടമെടുക്കരുത് എന്നാണ് കാണുന്നത്. സത്യം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വേണം എന്നാണ് കാണുന്നത്. പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് ദൈവാനുഗ്രഹമുള്ള ഒരു കാര്യം, പുതിയൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് പുതിയൊരു ഐഡിയ ആകാം, അല്ലെങ്കിൽ പുതിയൊരു ജോബ് ഓഫർ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു പ്രചോദനമാകാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. ഇത് ഫയർ എനർജിയാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു തീ വീണ്ടും കത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പഴയ വേദനകളെല്ലാം വിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കണം. കാരണം നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമല്ല, അത് മനസ്സിലാക്കുക. നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ തന്നെയാണ്. നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളുടെ സന്തോഷങ്ങളുടെ ടോട്ടൽ ഇത് മറ്റുള്ളവരിൽ കൊടുത്തിട്ട് കുറേശ്ശെ വാങ്ങുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് പൊതുവെ എല്ലാവർക്കും. അതായത് മറ്റൊരാൾ നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ, നമ്മളോട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ വിഷമിക്കും. അങ്ങനെയല്ല, ഇതെല്ലാം നമുക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പഴയ വേദനകളെയൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങൾ പുതിയൊരു അനുഗ്രഹം വരുന്നത് നിങ്ങൾ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ ശിവ ഓറക്കിൽ നിന്നുള്ള ഗൈഡൻസ് നോക്കാം. മിറക്കിൾസ് ആർ അപ്രോച്ചിങ് ആണ് വന്നിട്ടുള്ളത്. ക്ലിയർ യുവർ മൈൻഡ് എൻലൈറ്റൻമെൻറ്റ്. താങ്ക് യു. അവോയ്ഡ് കമ്പാരിസൺ. ഇതിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. നിങ്ങളാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓരോ ആൾക്കാരെയും ദൈവം യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോ ആൾക്കാരും മറ്റാരെ പോലെ അല്ല. അപ്പം അത് മനസ്സിലാക്കുക. നമ്മൾ മാത്രമാണ്. മറ്റൊരാളാകാൻ നമ്മൾ ശ്രമിക്കുകയും വേണ്ട, മറ്റൊരാളിനെ കോപ്പി അടിക്കുകയും വേണ്ട. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കമ്പയർ ചെയ്യരുത്. ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യരുത്. നമുക്കുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർക്കുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളൊരു സാഹചര്യം ഒരിക്കലും കോപ്പി അടിക്കാൻ പറ്റൂല. അപ്പോൾ നിങ്ങളായിട്ടിരിക്കാൻ ശ്രമിക്കണം എന്നാണ്. പിന്നെ ഇതിൽ മിറക്കിൾസ് ആർ അപ്രോച്ചിങ് ആണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മിറക്കിൾസ് വരുന്നു എന്നുള്ളതാണ്. ധാരാളം മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അത് നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങൾ നെഗറ്റീവ് ഇമോഷനിൽ ഇരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് എത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണെന്ന് മനസ്സിലാക്കുക.
പിന്നെ ക്ലിയർ യുവർ മൈൻഡാണ്. അപ്പോൾ അതിന് മെഡിറ്റേഷനാണ് വേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കലങ്ങി കിടക്കുന്ന മനസ്സിലേക്ക് പുതിയ ഐഡിയ ഒന്നും വരില്ല, പുതിയ ബ്ലെസ്സിങ് ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു കലക്ക വെള്ളം പോലെയാണെങ്കിൽ അത് ഒന്ന് തെളിയിക്കാൻ, അത് തെളിഞ്ഞ വെള്ളത്തിലാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ നമ്മളെ കാണാൻ പറ്റുന്നത്. ബുദ്ധൻ്റെ ഒരു കഥയുണ്ട്. ബുദ്ധൻ്റെ ശിഷ്യൻ ഇങ്ങനെ ചോദിച്ചതാണ്, എപ്പോഴും എനിക്ക് ഒരു ആകുലതകൾ വിടാൻ പറ്റുന്നില്ല, എപ്പോഴും എൻ്റെ മനസ്സിൽ സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ബുദ്ധൻ ഒരു പാത്രം വെള്ളം എടുത്ത് ആ തെളിഞ്ഞ വെള്ളം എടുത്തതിൽ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ തെളിഞ്ഞ വെള്ളത്തിൽ നമ്മളെ കാണാൻ പറ്റും. പക്ഷെ അത് ബുദ്ധൻ അപ്പോൾ തന്നെ അതിനെ കലക്കിയിട്ട് നമ്മളെ നോക്കാൻ പറഞ്ഞു എന്ന്. അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല, ചെളി അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ വീണ്ടും കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകൾ, ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം നമ്മൾ കലക്കി മറിച്ചിട്ടിരിക്കുന്ന ആ മനസ്സിലേക്ക് പുതിയൊരു കാര്യം വരില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ക്ലിയർ ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിന് വേണ്ട ഒരേ ഒരു കാര്യം പ്രാണായാമവും മെഡിറ്റേഷനും മാത്രമാണ്. നമ്മളുടെ മനസ്സിനെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ നമുക്ക് ഈ 2 കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പോൾ പുതിയ ഐഡിയ വരണമെങ്കിലും നമ്മളെ കണ്ടുപിടിക്കണമെങ്കിലും ഒക്കെ നമുക്ക് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, പ്രാണായാമം ചെയ്യണം. മനസ്സിനെ നമ്മൾ ശ്വാസമാണല്ല കേട്ടോ, നമ്മളുടെ ശ്വാസമാണല്ല, നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ശ്വാസം നിയന്ത്രിക്കാൻ പറ്റണം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. പിന്നെ എൻലൈറ്റൻമെൻ്റ് ആണ്. അപ്പോൾ ഈ കാണുന്ന എല്ലാ ആൾക്കാരും എൻലൈറ്റൻമെൻറ്റിലേക്ക് പോകുന്ന സോളാണ്, ആത്മാക്കളാണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ കോടാനുകോടി ആൾക്കാരുള്ളതിൽ വളരെ കുറച്ച് ആൾക്കാരാണ് ഈ മെസ്സേജ് കാണുന്നത്. അപ്പോൾ ആ മെസ്സേജ് കാണുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും സ്പിരിച്വൽ പാത്തിലാണ്, മാത്രമല്ല എൻലൈറ്റ്മെന്റിലേക്ക് പോകുന്ന ആത്മാക്കളുമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് വന്ന പരീക്ഷണങ്ങളൊക്കെയും നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത് പോലും എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ആത്മീയയാത്രയിലുള്ള ആൾക്കാരായതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. പിന്നെ ഒരു സന്തോഷം പറയണ്ട കേട്ടോ. ഇന്നലെ എന്നെ UK പ്രേമി മാധവൻ എന്ന് പറയുന്ന ഒരു അമ്മ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ 75 വയസ്സുള്ള ഒരു അമ്മയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവർക്കൊക്കെ ഈ എൻ്റെ മെസ്സേജ് കേൾക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ആ അമ്മയ്ക്ക് പോലും അത്രയും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്നോട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷവും ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടാ. അപ്പോൾ ചെറിയൊരു ചലനമെങ്കിലും എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റി എന്ന് മനസ്സിലാവുമ്പോൾ, അതൊരു ടൂള് മാത്രമാണ്. ഞാൻ എപ്പോഴും പറയും, ഞാനൊരു ടൂള് മാത്രമാണ്. അപ്പം നമ്മൾ പ്രായമായ ഒരാളിൻ്റെ മനസ്സിൽ പോലും അത് എന്തെങ്കിലുമൊക്കെ ഒരു ചലനം സൃഷ്ടിക്കാൻ പറ്റിയാൽ എൻ്റെ കുറേ പാപങ്ങൾ ഒഴിഞ്ഞു പോകൂട്ടാ. ഞാൻ അങ്ങനെയാണ് വിചാരിക്കണം. ഒരാളിൽ എൻ്റെ ഒരു കർമ്മ ഒന്ന് ക്ലിയർ ചെയ്താൽ ഞാൻ സഹായിച്ചാൽ, ഒരു ടൂളായാൽ നമുക്കൊരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാവും. എൻ്റെ കർമ്മയാണ് ഞാൻ അതിലൂടെ റിലീസ് ചെയ്യണത്. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് നന്ദി, ഒരുപാട് ഇഷ്ടം, ഒരുപാട് സ്നേഹം. അങ്ങനെ അതെനിക്ക് പറയണമെന്ന് തോന്നി. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ഈ അമ്മ അയച്ച മെസ്സേജ്, അമ്മ യൂട്യൂബിൽ പറയണമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അമ്മ അല്ലാതെ എനിക്ക് മെസ്സേജ് അയച്ചതാണ്. പക്ഷെ എനിക്കത് പറയണമെന്ന് തോന്നി. അപ്പം അമ്മയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടായി സന്തോഷത്തോടെ ഇരിക്കട്ടെ, പ്രാർത്ഥിക്കാം. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതായിരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.